സൂപ്പർ താരം കമൽഹാസന്റെ രാജ്യസഭാ പ്രവേശനത്തിന് കളമൊരുങ്ങുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള 6 അംഗങ്ങളുടേതടക്കം രാജ്യസഭയിലെ 8 ഒഴിവുകളിലേക്കാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ തമിഴ്നാട്ടിൽ കമൽഹാസന്റെ പേരിൽ ചർച്ച തുടങ്ങി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോയമ്പത്തൂരിൽ മത്സരിക്കാനിരുന്ന കമൽഹാസൻ DMKയുമായി ഉണ്ടാക്കിയ കരാറിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല. പകരം ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങുകയും ചെയ്തു. തമിഴ്നാട്ടിലെ രാജ്യസഭാ സീറ്റുകളിൽ ഒഴിവുവരുന്ന മുറയ്ക്ക് കമൽഹാസൻ ഒരു സീറ്റ് എന്നതായിരുന്നു DMKയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. 2025 ജൂണിൽ ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റുകളിൽ ഒന്ന് കമൽഹാസൻ നേതൃത്വം നൽകുന്ന മക്കൾ നീതി മയ്യം പാർട്ടിക്ക് നൽകാൻ ധാരണയായതോടെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കമൽഹാസൻ പ്രചരണം നടത്തിയിരുന്നു. തമിഴ്നാട്ടിൽ DMK ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുകയും ചെയ്തു. ഇതോടെ മക്കൾ നീതി മയ്യത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും കിട്ടാത്ത പ്രാധാന്യം കിട്ടുകയും മുൻകാലത്തേക്കാൾ പാർട്ടി രാഷ്ട്രീയ കാര്യങ്ങളിൽ ചർച്ചയാവുകയും ചെയ്തു. രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിന് ശേഷം കമൽഹാസന്റെ രാഷ്ട്രീയ കരിയറിലെ ഏറ്റവും മികച്ച ഏടാവും രാജ്യസഭ MP സ്ഥാനം. DMK നേതൃത്വം നൽകുന്ന മുന്നണിയിൽ നിന്ന് 4 പേർ ഇക്കുറി രാജ്യസഭാംഗമാകും. ഇതിലൊരു സീറ്റ് കമൽഹാസന് കിട്ടിയാൽ മക്കൾ നീതി മയ്യത്തെ സംബന്ധിച്ച് അത് വലിയ നേട്ടം തന്നെയാണ്. രാജ്യസഭാംഗങ്ങളായ അൻപുമണി രാമദാസ്, A ഷൺമുഖം, N ചന്ദ്രശേഖരൻ, M മുഹമ്മദ് അബ്ദുള്ള, P വിൽസൺ, വൈക്കോ എന്നിവരുടെ കാലാവധിയാണ് ജൂണിൽ അവസാനിക്കുന്നത്. തമിഴ്നാട് നിയമസഭയിൽ സ്പീക്കർ അടക്കം 234 അംഗങ്ങളുണ്ട്. ഓരോ 2 വർഷം കൂടുമ്പോഴും 6 അംഗങ്ങളുടെ ഒഴിവിലാണ് രാജ്യസഭയിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരാറുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് ഒരു രാജ്യസഭാ അംഗത്തെ തിരഞ്ഞെടുക്കാൻ 34 വോട്ടെങ്കിലും വേണമെന്നിരിക്കെ നിലവിലെ നിയമസഭയുടെ അംഗസംഖ്യ പ്രകാരം ഭരണകക്ഷിയായ DMK നയിക്കുന്ന മുന്നണിക്ക് 4 പേരെയും അണ്ണാ DMK നേതൃത്വം നൽകുന്ന NDA മുന്നണിക്ക് 2 പേരെയും വിജയിപ്പിക്കാനാവും. സഭയിൽ DMK സ്പീക്കർ ഉൾപ്പെടെ 131 MLA-മാരുണ്ട്. സഖ്യകക്ഷികളെ കൂടി ഉൾപ്പെടുത്തിയാൽ ആകെ 159 പേർ എന്നത് ഭരണമുന്നണിയുടെ എണ്ണമാകും. DMK മുന്നണിയിൽ ബാക്കി സീറ്റുകളിൽ ഒന്ന് വൈക്കോയുടെ MDMK-ക്കും 2 സീറ്റുകൾ DMK സ്ഥാനാർത്ഥിക്ക് നൽകുമെന്നാണ് നിലവിലെ ധാരണ. കോൺഗ്രസ് നിലവിൽ മുന്നണിയിൽ ഇടഞ്ഞു നിൽക്കുന്ന BCK അഥവാ വിടുതലൈ ചിറുതകൈ കക്ഷി, CPM എന്നിവർക്ക് സീറ്റിനായി പിടിമുറുക്കിയാൽ DMK പ്രതിസന്ധിയിൽ തന്നെയാകും.